10ഉം 100ഉം പവൻ കൊടുത്ത് ആഡംബര വിവാഹങ്ങൾ കൊണ്ടാടി നിങ്ങളെ കെട്ടിച്ചു വിടുമ്പോ അവിടെ സംരക്ഷിക്കപ്പെടുന്നതും സ്നേഹിക്കപ്പെടുന്നതും നിങ്ങളെ അല്ല, മറിച്ച് നിങ്ങളുടെ ആഭരണങ്ങളെയാണ്. ഇതിനെതിരെ പ്രതികരിക്കേണ്ടതും പ്രതിഷേധിക്കേണ്ടതും നമ്മളാണ്. ഇവിടെയുള്ള ഓരോ ചെറുപ്പക്കാരോടും ഞാൻ ചോദിക്കുകയാണ്, ചങ്കൂറ്റുണ്ടോ? ഒരു പിതാവിനെയും ദ്രോഹിക്കാതെ, ഒരു പെണ്ണിന്റെയും കണ്ണീർ വീഴ്ത്താതെ അവളെ വിവാഹം കഴിക്കാൻ? ഈ കൂട്ടായ്മയിൽ പങ്കുചേരാൻ സ്ത്രീധനം വാങ്ങില്ലെന്ന് ഉറച്ച നിലപാടുള്ളവർക്ക് നിങ്ങളുടെ ഒപ്പുകൾ രേഖപ്പെടുത്തി ഈ കൂട്ടായ്മയിൽ അണിചേരാവുന്നതാണ്. എനിക്കേണ്ടത് പൊന്നല്ല, പെണ്ണാണ്. നീ ഒപ്പിടുന്നില്ലേ? എടാ എനിക്ക് സ്ത്രീധനല്ലാണ്ട് പറ്റില്ലടാ. എന്നാ നമുക്കറിയാലോ, നാളെ പിരിവുള്ളല്ലേ. അവൻ വരട്ടെ ജയൻ, എന്നിട്ട് ഇറങ്ങാം. എടാ ഇവിടെ ആരും ഇല്ലേ? എന്നോടാണ് നിൽക്കണത്. വാ അവിടെ ചെന്ന് നോക്കാം. നല്ല കരിക്ക് രാത്രി വരായിരുന്നല്ലേ. ഡീസന്റ് ആവണേ. ഇവനോടാ? അല്ല നിന്നോട്. ഞാൻ ജനിച്ചപ്പോഴേ ഡീസന്റ് അല്ലേ. നീ പിരിവിന് വന്ന ആരും അവളോട് പറഞ്ഞിരുന്നാ? ഇല്ല. എന്തേ? ദൈവം അതടച്ചിട്ടാണ്. ഇപ്രാവശ്യങ്ങൾ വാർഷികം ഒന്ന് കൊഴിപ്പിക്കണമെന്ന് വിചാരിച്ചതാ. എന്താവുന്നു? അതൊക്കെ എന്തായാലും കുഴപ്പിക്കാം. പിന്നെ അല്ല. എല്ലാരും ഉണ്ടല്ലോ. എന്താ പരിപാടി? ഞങ്ങളൊരു ചെറിയ പിരിവ് പരിപാടിയായിട്ട് നമ്മുടെ ക്ലബിന്റെ വാർഷികമാണ്. നിങ്ങൾ ഉദ്ദേശിച്ച് പറഞ്ഞതാ. മോനെ, വാട്ട് ഈസ് യുവർ നെയിം? ഗോവയിൽ പോയാ? ഒരു 1000 എഴുതാല്ലേ? ഒരു 100 രൂപ എഴുതിക്കോ. ഗ്രീഷ്മ എവിടെ? അവൾ അകത്ത് എവിടെയുണ്ട്. അതി അവളോടൊരു 100 രൂപ എടുത്ത് ഈ അങ്കിളുമാർക്ക് കൊടുക്കാൻ പറ. കേറിയിരിക്കെ ഈ ക്ലബ് പിരിവെന്ന് പറഞ്ഞ് നടക്കാതെ വല്ല ജോലിക്ക് ശ്രമിച്ചൂടെ ജയ? ശ്രമിക്കുന്നുണ്ടമ്മേ. PSC ഒക്കെ എഴുതുന്നുണ്ട്, പക്ഷെ ലക്കില്ല. കേട്ടില്ലേ പറഞ്ഞത്? എന്താ ഈ വാർഷിക പിരിവൊക്കെ? ബെസ്റ്റ് പിരിവ് 1000 രൂപ വെച്ചിട്ട് 100 വരാന്ന് പറഞ്ഞു. വാർഷികത്തിന് ഇത്തവണയെങ്കിലും ഗ്രീഷ്മയുടെ ഒരു ഡാൻസ് കാണുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഭയങ്കര തിരക്കായതുകൊണ്ട് രമേശ, ഈ പ്രാവശ്യം ഓണാഘോഷത്തിന്റെ ഫുൾ കോർഡിനേഷൻ എനിക്കാ. അതെ, പിന്നെ ശിങ്കാരിമേളത്തിന് നിങ്ങളുടെ പേരായിട്ടോ ഞാൻ കൊടുത്തിരിക്കുന്നത്. ഞങ്ങൾ ഈ നാട്ടിലെ ബെസ്റ്റ് ശിങ്കാരിമേളക്കാരാണല്ലോ. അതെ, പക്ഷെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. തല തെറിച്ച പിള്ളേരാ, ദൈവത്തെ ആലോചിച്ച് നിങ്ങൾ അലമ്പുണ്ടാക്കരുത്. ഞങ്ങളൊന്നിനുമില്ലേ. ഓക്കെ ജയ, 1000 അല്ലേ പറഞ്ഞേ? 1000 ഉണ്ട്, വെച്ചു. ബൈ. രമേശ, സാബിന് 10 രൂപ കൂടുതൽ കിട്ടുമെന്ന് വിചാരിക്കണം കേട്ടാ. വേണ്ട, പിന്നെ ഈ നന്ദിന് വേണ്ടി വേണേ കയറാം. കൊടുക്കുന്ന റസീദിന്റെ കാശ് മുതലാകും. നമസ്കാരം. ഈ വർഷത്തെ നമ്മുടെ ക്ലബിന്റെ പിരിവേ ഐശ്വര്യമായിട്ട് ഇവിടുന്ന് തന്നെ തുടങ്ങാന്ന് കരുതി. ഈ വിനാശകാലേ വിപരീത ബുദ്ധി എന്നാണല്ലോ. മിണ്ടാതിരടാ. കൈനീട്ടായത് കൊണ്ട് സാഹിബ് മോശമാക്കില്ലെന്നറിയാം. 2000 അതിന്റെ ഇടയിൽ 10. ഈ പിരിവിനത്തെ പരിപാടി ഒന്നും കാണാനില്ലല്ലോ. കുടിക്കാൻ ഇത്തിരി വെള്ളം തരൂ, നല്ല ദാഹം. അത് പിന്നെ സാഹിബേ, കയ്യിൽ കാശുണ്ടായാലും ചില നാറികൾ 10 രൂപ വരുള്ളൂ. അതുകൊണ്ടാണ് ഈ പരിപാടികൾ നന്നാത്തത്. സാഹിബിന് ഉദ്ദേശിച്ച് പറഞ്ഞല്ല. അല്ലല്ല. താങ്ക്സ്. അതെ, ഒരു ഗ്ലാസ് അവിടെ ഒരു പൈപ്പുണ്ട്, അവിടെ പോയി കുടിച്ചോ. ഇതാ. ഞാനിപ്പോൾ ഇറങ്ങും. അതെ, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. എന്നാ പിന്നെ ഞങ്ങള്
ശരി ഐഷ ഐഷ എന്റെ ദാഹം തീർന്നല്ലോ അത് മതി. ആ നീ വെള്ളം കുടിക്കായിരുന്ന അതൊക്കെ കോരി കുളിക്കായിരുന്ന? നമുക്ക് സാഹിബിന്റെ വീട്ടിൽ പോകാം. ഒരു കാര്യം ചെയ്യാം, ഭക്ഷണം കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാം. അപ്പൊ അതിന് പൈസ വേണ്ടേ? അയ്യോ അമ്മേ, ഈശ്വര ഇവനായിരുന്നാ? ഒന്നവൻ പേടിച്ചു പോയി. എടാ ഞാൻ കരുതി പട്ടി പൊട്ടം ചാടിയാണെന്ന്. ശ്ശോ. ഓ പാല് പോരാ, കടിയൊന്നുമില്ലടാ. കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കി. ഈ കൊട്ടു രാഷ്ട്രീയമായിട്ട് നടക്കാതെ ഇവനൊരു ജോലി വേണ്ടേ? പെണ്ണ് കെട്ടണ്ടേ? നീ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കടാ. അമ്മ ഞാൻ ഒന്ന് ഫ്രീ ആയിക്കോട്ടെ, ഉടനെ അവനെ പറഞ്ഞു ആ മനസ്സിലായി. ബെസ്റ്റ് എന്ത്? ഉണ്ണിയപ്പം. അതെ, ആദ്യം അവനോട് പെണ്ണ് കെട്ടാൻ പറ. അമ്മേ, ഇന്ത്യയിലെ പ്രശസ്തരും പ്രമുഖരുമായിട്ടുള്ള ആളുകൾ ആരും ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. ഉദാഹരണത്തിന് അബ്ദുൽ കലാം, വാജ്പേയി, നരേന്ദ്രമോദി, ഇടവേള ബാബു, ഇവരാരും കല്യാണം കഴിച്ചിട്ടില്ലമ്മേ. അവർക്കുള്ള സാധനം എന്റെ മോനില്ല. അവർക്കുള്ള എന്താ ഇവനില്ലാത്തത്? അതെന്താ? അങ്ങനെ ഒന്നും ഇല്ലാതെ എന്റെ മോനില്ല. ഇവനെല്ലാം കൊടുത്തു തന്നെ വളർത്തിയത്. എന്റെ പൊന്നമ്മ, ഞാൻ ആകപ്പാട് ചോദിച്ച ഒരു ബുള്ളറ്റാ. ഈ PF എന്നുള്ളതേ പുത്രന്മാർക്കുള്ള ഫണ്ടാന്ന് ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ട്. എവിടെയോ കേട്ടക്കണല്ല, അത് ബാലേട്ടല്ലേ ലാലേട്ടൻ പറഞ്ഞ ഡയലോഗാ. ലാലേട്ടൻ അങ്ങനെ പറഞ്ഞു? പിന്നെ പുള്ളിക്കാരൻ അതും പറയും, അതിനപ്പുറവും പറയും. അല്ല രമേശ, അവരിക്കുള്ളത് എന്താ ഇവനില്ലാത്തത്? നീ വന്ന് അതവനുണ്ട്, ഞാൻ കണ്ടിട്ടുള്ളതാ. ചോദിക്കണ്ടായിരുന്നു. അവൻ കണ്ടത് അപ്പൊ രമേശ, ഇത് മൊത്തം 6000 രൂപ കേട്ടോ. 6000? 7000 ഞാൻ എണ്ണീട്ട് അങ്ങോട്ട് തന്നത്. ഇതെന്താണെന്നോ ഈയിടെ എന്റെ കണക്കേറ്റി പോണ്. നീ എന്നുമ്പോൾ 1000 രൂപ കുറവാണല്ലോടാ. ആ അതെന്താണെന്ന് അറിയില്ല. മര്യാദക്ക് 1000 എടുത്തു. അല്ല ഞാനത് അതേ ഇരിക്കണ 1000 രൂപ ഞാൻ ആലോചിച്ചത് എന്ത്. എടാ ഇതിന്ന് വേണമെങ്കിൽ നീ ഒരു 500 രൂപ എടുത്ത് വെച്ചോ, പരീക്ഷ ചെലവൊക്കെ ഉള്ളതല്ലേ. ഏയ് പിരിവിന്റെ പൈസ അല്ലേ, അത് വേണ്ട. എടുക്കുകയാണെങ്കിൽ അവനൊരു 1.5 ലക്ഷം എടുക്കേണ്ടി വരും അല്ലടാ? എന്തിന്? ബുള്ളറ്റിനോ? ആ അതല്ലേ നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. എടാ അങ്ങനെയല്ല, എന്തെങ്കിലുമൊക്കെ കാണിച്ചൊരു ബുള്ളറ്റ് എടുക്കാം. അതല്ലല്ലോ അതിന്റെ ഒരു പിന്നെ ഒരു ജോലിയൊക്കെ കേട്ടിട്ടാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ആ അത് ശരിയാ, അല്ലെങ്കിൽ നീയേ അഹങ്കാരിയായി പോയി. ആ ഇത്തിരി നീങ്ങി. കൃഷ്ണട്ടാ ഇരിക്കും. എല്ലാവരും ഉണ്ടല്ലോ. നമുക്ക് വേറെ എന്താ ഏട്ടാ പണി? ആ അപ്പൊ ഇന്ന് കല്യാണം മുടക്കാനൊന്നും പോയില്ലേ? ഇല്ലേട്ടാ, ഇന്ന് ഞായറാഴ്ച അല്ലേ. ഓഹോ, അപ്പൊ അതിനും അവധിയുണ്ടോ? പിന്നെ മണ്ടൈസ് ഹോളിഡേ. ആഹാ. ആ എടാ ജയ, നിന്നോട് വീട് വരെ ചെല്ലാൻ അമ്മ പറഞ്ഞു, എന്തോ അത്യാവശ്യം ഉണ്ടെന്ന്. ഓ എന്നാ നീ വിട്ടോ, നീ ബാക്കിയുള്ളത് നോക്കാം. രമേശ 16 രൂപ എടുത്തും ജ്യൂസാ. ഇനി എന്നെ കുറ്റം പറയട്ടാ. ഇനി നീ ഇപ്പൊ കണക്ക് തെറ്റിക്കണ്ടാ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നീ എന്റെ കണക്കൂട്ടിലൊക്കെ തെറ്റിക്കും. രമേശ ഞാനേ വെറുതെ. അച്ഛന്റെ ആഗ്രഹങ്ങൾ ഇത്തവണയും മാറ്റിവെച്ചു. പുത്രൻ ഫണ്ട്. എന്റെ സ്വപ്നം മക്കൾക്ക് വേണ്ടി തന്നെയാണ് എല്ലാ അച്ഛന്മാരും ജീവിക്കുന്നത്. എന്റെ അച്ഛൻ
എന്താ രമേശ? നിങ്ങളതൊന്നും അറിഞ്ഞില്ലേ രവേട്ടാ? എന്താടാ കാര്യം? ഇത് നോക്കി. നീ ആ ലോക്കൽ സെക്രട്ടറി ഒന്ന് വിളിച്ചു. പാർട്ടിയുടെ അറിവോടെയാണോ? അടിക്കുന്നുണ്ട്. ഇതാ രവേട്ടാ. ആ സഖാവേ, രവിയാ. പത്രത്തിലൊരു വാർത്ത കണ്ടു. വാർത്ത ശരിയാണ്, പക്ഷേ മുകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ അനുസരിച്ചല്ലേ പറ്റൂ. അടിയന്തരമായി LC വിളിക്കണം. നമുക്ക് വിഷയത്തിലേക്ക് നേരിട്ട് വരാം. നഗരസഭയുടെ മാലിന്യ സംസ്കരണ യൂണിറ്റ് ഇവിടെ വരുന്ന വിവരം എല്ലാവരെയും പോലെ ഞാനും പത്രത്തിൽ നിന്നാണ് അറിഞ്ഞത്. നമുക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് മേൽക്കമ്മിറ്റി ചോദിച്ചിട്ടുമില്ല. പാർട്ടിയുടെ അറിവോടല്ലെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായല്ലോ. നമ്മളിത് അംഗീകരിക്കുന്നില്ല. അടിയന്തരമായി സ്വീകരിക്കേണ്ട പ്രക്ഷോഭ നടപടികളെ കുറിച്ചാണ് നമ്മൾ ഇനി ആലോചിക്കേണ്ടത്. രവി പറഞ്ഞ 100% ശരിയാ. നാട്ടിലുള്ളവരുടെ മുഴുവൻ വേസ്റ്റ് കൊണ്ട് തട്ടാൻ നമ്മുടെ നാടെന്താ ചവറ്റുകോട്ടയോ? ഇങ്ങനെ ഒരു പ്ലാന്റ് വരുമ്പോൾ ആൾതാമസമില്ലാത്ത ജനസാന്ദ്രത കുറഞ്ഞ സ്ഥലങ്ങളിൽ വേണം തുടങ്ങാൻ. അല്ലാതെ നമ്മുടേതുപോലെ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിലല്ല. സാക്കളെ, നിങ്ങളുടെ വികാരം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടി നമ്മുടേതാണ്, അത് മറക്കരുത്. പിന്നെ നമ്മുടെ ഗ്രാമത്തിൽ ഇങ്ങനൊരു പദ്ധതി വരാൻ കാരണം ഇവിടുത്തെ വ്യവസായ പ്രമുഖനും പാർട്ടി അനുഭാവിയുമായ ആലിക്കൽ അഹമ്മദ് ഹാജി അദ്ദേഹത്തിന്റെ സ്ഥലം സൗജന്യമായി വിട്ടുകൊടുക്കാമെന്നുള്ള വാഗ്ദാനത്തിലാണ്. സഖാവ് എന്താ പറഞ്ഞു വരുന്നത്? അഹമ്മദ് സാഹിബ് പാർട്ടി അനുഭാവിയോ? എന്ന് മുതൽ അടുത്ത ഇലക്ഷന്റെ ഒരു സീറ്റിന് വേണ്ടിയിട്ടായിരിക്കും അദ്ദേഹത്തിന്റെ പാർട്ടി സ്നേഹം. നമ്മുടെ തീരുമാനം സഖാവ് പറഞ്ഞ കൊള്ളാം. ഞാൻ ജില്ലാ കമ്മിറ്റിയിൽ വിളിച്ചിരുന്നു. ഈ വിഷയത്തിൽ നമ്മൾ ഇടപെടേണ്ടെന്നാണ് പാർട്ടിയുടെ തീരുമാനം. പാർട്ടി ഇടപെടണ്ട, ഞാൻ ഇടപെടും. പാർട്ടിക്കാരനായിട്ടല്ല, ഈ നാട്ടുകാരനായിട്ട്. രവേട്ടാ, എന്തായി കാര്യം? ജയ, നമുക്ക് തുടങ്ങാൻ സമയമായി. എന്താ സഖാക്കളെല്ലാം കൂടി ഈ വഴിക്ക്? മാലിന്യ പ്ലാന്റിന് സ്ഥലം കൊടുക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് സാഹിബ് പിന്മാറണമെന്ന് പറയാൻ വന്നതാ. സാഹിബേ, നമ്മുടെ നാടിനെ മറ്റൊരു വെളുപ്പിലിശാലിയാക്കി മാറ്റരുത്. അതെങ്ങനെയാ സഖാവേ? പെട്ടെന്ന് കയറി വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? മാത്രമല്ല, പാർട്ടി കൂടെ ഇല്ലാതെ നിങ്ങൾ കുറച്ചുപേര് പറയുന്നത് കേട്ട് കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. സാഹിബേ, ഈ പദ്ധതി കൊണ്ട് നമ്മുടെ നാടിന് യാതൊരു ഉപകാരമില്ല. ഈ പ്ലാന്റ് വന്നാൽ അനുഭവിക്കാൻ പോകുന്ന നമ്മുടെ പാവം ജനങ്ങളാ. ഇതിന് എന്ത് വില കൊടുത്തു ഞങ്ങളിത്? അതിപ്പോ പാർട്ടി കൂടെ ഇല്ലെങ്കിൽ പോലും. രവി, ഒരു വലിയ പദ്ധതി ഒരു ഗ്രാമത്തിൽ വരുമ്പോൾ അതിൽ നേട്ടവും കാണും കോട്ടവും കാണും. അതിലും നല്ലതിനെ എടുത്തിട്ട് മറ്റേതും കളഞ്ഞാൽ മതി, പ്രശ്നം തീരും. സാഹിബ് കളിയാക്കിയതാണ്. സാഹിബേ, നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ പ്ലാന്റ് ഇവിടെ കൊണ്ടുവരാമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നു. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഇത് നടക്കത്തില്ല. അതെ, പാർട്ടി കൂടെ ഇല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നോ? സാഹിബേ, ഈ പാർട്ടി എന്ന് പറയുന്ന ജനങ്ങളാ. ആ ബോധം പാർട്ടിക്ക് വരുമ്പോൾ ജനകീയ സമരങ്ങൾ പാർട്ടി ഏറ്റെടുത്തോളും. ഓട്ടെ സാഹിബേ. അല്ല രവേട്ടാ, നിങ്ങൾ വിചാരിച്ചിരുന്നോ നമ്മൾ ചെന്ന് പറയുമ്പോഴേക്കും സാഹിബെല്ലാം സമ്മതിച്ചു തരുമെന്ന്? ഏയ്, എനിക്കറിയായിരുന്നു അയാൾ സമ്മതിക്കില്ല. പിന്നെ എന്തിനാ രവേട്ട നമ്മൾ അതുവരെ പോയത്? വെറുതെ രവിയേട്ടൻ്റെ വില കളയാൻ. ജയ, ബൂർഷ്വാസികൾ പോലും കാണിക്കേണ്ട ചില മര്യാദകളുണ്ട്. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, വ്യക്തിപരമായ അഭിപ്രായങ്ങളുടെ മേൽ ഉയരേണ്ടതല്ല പാർട്ടി നയങ്ങളും ചിട്ടകളും. അതിനൊക്കെ ഒരു അടിസ്ഥാനമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ സാഹിബിനെ ചെന്നത്. അതെ, ഈ പാർട്ടി കൂടെ അല്ലാതെ ജനങ്ങൾ നമ്മുടെ കൂടെ നിൽക്കും രവിയേട്ട. മുറിയിലും ചുവരിലും ടീഷർട്ടിലും ചെരുപ്പിലും
ചെഗുവേരയുടെ പടം വെച്ച് കൊടിപിടിക്കുന്നവർ മാത്രമല്ല ചെയ്യാൻ നമ്മുടെ പാർട്ടിയിലുള്ളത്. ചെഗുവേര അടക്കമുള്ളവർ വിശ്വസിച്ചു പോന്ന ആദർശത്തിൽ നിലകൊള്ളുന്ന ചങ്കുറപ്പുള്ള യുവാക്കളുണ്ട്. അവരിറങ്ങും. അപ്പോ ഇനിയെന്താ പരിപാടി? സമരം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചുള്ളിയാർപ്പാടത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി, നമ്മുടെ നാടിന്റെ വശ്യ സൗന്ദര്യത്തിന് വേണ്ടി, ഷാജിട്ടാ 2 ചായ എടുത്തിട്ടാ ഇപ്പൊ തിരിച്ചു വരാം. ഇന്ന് വൈകിട്ട് കൃത്യം 4:30 നമ്മുടെ കവലയിൽ വെച്ച് ചേരുന്ന പൊതുസമ്മേളനത്തിലും യോഗത്തിലും. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വന്തം ചുള്ളിയാർപ്പാടം ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് വരുന്ന വിവരം നിങ്ങളേവരും അറിഞ്ഞു കാണും. ഇത്തരം ഒരു പ്ലാന്റ് സ്ഥാപിച്ചാൽ ഉണ്ടായേക്കാവുന്ന ഭവിഷ്യത്തുകൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. നമ്മുടെ മനോഹരമായ ചുള്ളിയാർപ്പാടത്തെ ഒരു മാലിന്യ കൂമ്പാരമാക്കാനുള്ള സർക്കാരിന്റെ ഈ തീരുമാനത്തിൽ നാം ഓരോരുത്തരും പ്രതിഷേധിക്കേണ്ടത് അനിവാര്യമാണ്. എടാ നന്ദൻ എപ്പോഴത്തെ വരോ? വരുമായിരിക്കും അല്ലേ? താളം പോയി. ആ കട്ടൻ വന്നല്ലോ. അയ്യോ കട്ടൻ വേണ്ടട്ടോ. നിനക്കല്ലെങ്കിലും ഇല്ല, നീ പാലല്ലേ കുടിക്കും. വല്ല കാര്യം ഉണ്ടായിരുന്നു. ദേ നന്ദൻ വന്നല്ല. ഹലോ, നീ ഇത് എവിടെയായിരുന്നു ഇത്ര നേരം? അവിടെ ഭയങ്കര അല്ലെങ്കിൽ പ്രേമിക്കാനല്ലേ നേരെ ഉള്ളൂ. ഈടാ ആരാ പറയുന്നേ നോക്ക്. നീ അത് ഡയലോഗ് അടിക്കണ്ട കേട്ടോ. വാ ഇരിക്കി. അങ്ങനെയല്ല. ഇൻറു തിക്കള തത്തിക്കിളകിട തിക്കള കിടതക തറ്റിക്കിട തോം താളത്തിക്കൊട്ട്. അതെ രവിടാ, നമ്മുടെ സമരം പൊളിക്കാനാണ് അവരുടെ പ്ലാൻ. അവിടെ ചുള്ളിയാർപ്പാടത്ത് എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഒന്ന് അവിടെ വരെ പോവാം. രവിടാ, നമ്മളവിടെ എത്രയും പെട്ടെന്ന് എത്തിയില്ലെങ്കിൽ മൊത്തം കയ്യിൽ നിന്ന് പോകും കാര്യങ്ങൾ. എന്നാ നമുക്ക് ഉടനെ പോവാം. ജയ എടാ, ഇങ്ങൊന്ന്
എടാ ചെയ്യാ അതെ നമുക്ക് എന്തായാലും ഒന്ന് ചുള്ളിയർപ്പടം വരെ പോയിട്ടൊന്ന് വരാം അല്ലെങ്കിൽ എടാ ആ സ്ലൈഡ് ഒന്ന് എടുക്കാവോ? I can't. ഒന്നെടുക്കടാ. ഇത്രയൊക്കെ മേക്കപ്പ് മതി. നിന്റെ ചെക്കൻ കാണാൻ ഒരു രസമില്ല. അതിന് നീ കണ്ടോ? ആ ഞാൻ കണ്ടു ഫോട്ടോയില്. കുരങ്ങൻ പോലെ ഉണ്ട്. സയൻസ് ഹാസ് അഗൈൻ പ്രൂവ് man evolved from monkey. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും എങ്ങനെയാടാ കുരങ്ങന്മാരുടെ ലോകത്ത്? You're right. ഓടല്ലേ. നമസ്കാരം. നമസ്കാരം. അങ്ങോട്ടിരിക്കാം. അങ്ങോട്ടിരിക്കും സാറേ. ഓ ചെറുക്കൻ ഒറ്റ മോനാ. ആർട്ടിയാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. പിന്നെ ഇവരെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ. വിജീഷ് മിനിഞ്ഞാന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയത്. അപ്പോഴാ ഈ ആലോചന. വീട് മാറ്റവും പെണ്ണ് കാണലൊക്കെ ഒന്നിച്ചായെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എല്ലാം ദാസൻ പറഞ്ഞായിരുന്നു. പിന്നെ കുട്ടികൾ തമ്മിൽ നേരത്തെ അറിയാവുന്ന സ്ഥിതിക്ക്. അല്ല, അവരൊരുമിച്ച് സ്കൂളിൽ പഠിച്ചതാണല്ലോ. എന്നിട്ട് വിജീഷ് എവിടെ? ഇതാണ് എന്റെ മോൻ ഹലോ മോനെ. വാ ഇരിക്കും മോനെ. ഹലോ ആന്റി. വിജീഷ് 10ാം ക്ലാസ് വരെ ആണോ ഇവിടെ പഠിച്ചത്? അതെ, പിന്നെല്ലാം നാട്ടിലായിരുന്നു. അത് ശരി. ഇതാരാ? I'm Aditya from States. മൂത്ത മകളുടെ മകനാ. വെക്കേഷൻ വന്നതാ. അവരങ്ങ് അമേരിക്കയിലാ. എന്നാ പിന്നെ ചായ കുടിച്ചിട്ടാവാം. അതിനെന്താ. ഹായ്. ഹായ്. അവർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ. അതിനെന്താ, ഇപ്പോഴത്തെ പിള്ളേരല്ലേ. ചെല്ലും മോനെ. മോളെ, ചുള്ളിയാർപ്പാടത്തെ GHS നിന്ന് പോകുമ്പോൾ ഒരേ ഒരു മുഖമേ കൂടെ കൊണ്ടുപോയിട്ടുള്ളൂ. ഇവിടെ ഇത്രയും മതിയോ? ചൂടായിക്കോട്ടെ. ജയ ഒന്ന് വേഗാവട്ടെ. അമർത്തിയൊട്ടിക്ക്. ഇനി അടുത്ത പരമാവധി എല്ലാം ബാക്കിയുള്ളത് വീടുകളിൽ കൊടുക്കാല്ലേ. നമ്മുടെ ജനകീയ സമരം വിജയിപ്പിക്കുന്നതിനായി ഏവരെയും സാദരം ചുള്ളിയാർപ്പാടത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്റെ പ്രിയപ്പെട്ട ചുള്ളിയാർപ്പാട് നിവാസികളെ, നമ്മുടെ മനോഹരമായ ചുള്ളിയാർപ്പാടത്തെ ഒരു മാലിന്യ കൂമ്പാരമാക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഇനി വരാൻ പോകുന്ന തലമുറയ്ക്കും ഇവിടെ സുഖമായി ജീവിക്കണം. നമ്മുടെ വായുവും ജലവും മലിനമാക്കാൻ നമ്മൾ ഒരാളെയും അനുവദിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ചുള്ളിയാർപ്പാടത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും ഇന്നു മുതൽ ഒരു വലിയ സമരമുഖത്തേക്ക് കടക്കുകയാണ്. ഈ സമരം വിജയിപ്പിക്കേണ്ടത് ചുള്ളിയാർപ്പാടത്തെ ഓരോ പൗരന്റെയും കടമയാണ്. യുവാക്കളുടെ ശക്തമായ നിര തന്നെ ഈ സമരമുഖത്തുണ്ടായിരിക്കും. നമ്മളെല്ലാം കണ്ടിലും നടിക്കുകയാണെങ്കിൽ നമ്മൾക്കെല്ലാം നഷ്ടപ്പെടും. നമ്മൾക്ക് നിൽക്കാൻ തറയില്ലെങ്കിൽ, നമ്മൾക്ക് നിൽക്കാൻ മണ്ണില്ലെങ്കിൽ നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല. എത്ര വലിയ മണിമാളികൾ കെട്ടിപ്പൊക്കിയാലും നമ്മുടെ മണ്ണ് മലിനമാക്കിയാൽ നമ്മൾ എവിടെ ജീവിക്കും? ഈ ചുള്ളിയാർപ്പാടത്ത് ഒരു തിരി മാലിന്യം പോലും നിക്ഷേപിക്കാൻ ഈ ഭരണകൂടത്തെ നമ്മൾ അനുവദിക്കില്ല. ഒരു വലിയ വ്യവസായിയുടെ സ്വാർത്ഥ താല്പര്യത്തെ സംരക്ഷിക്കുന്നതിനാണ് ഒരു ഭരണകൂടം ഒരു നാടിനെ ഒത്തുകൊടുക്കുന്നത്. നമ്മുടെ നാടിനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഈ മഹാസമരത്തിൽ എല്ലാവരും പങ്കാളികളാകണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിച്ചുകൊള്ളു. ചുള്ളിയാർപ്പാടം സംരക്ഷണ സമിതി സംരക്ഷിക്കുക. രമേശിന്റെ അവൻ വരും. അവന്നല്ല. എടാ ചെയ്യാ, നീ സംഭവം അറിഞ്ഞോ? നമ്മുടെ ഗ്രീഷ്മയുടെ കല്യാണം ഉറപ്പിച്ചു. ചെക്കൻ RT ഓഫീസറാ, ബുള്ളറ്റിലാ വന്നത്. നീ ഇവിടെ കള്ളു മോന്തിക്കൊണ്ടിരുന്നു. ഒന്ന് പോടാ. അവളെനിക്ക് അതല്ലടാ, ഞാൻ നീ ഒന്ന് വിളിച്ചോക്ക്. വിളിക്ക്. നീ വിളിച്ചോക്കടാ. RT ഓഫീസറാ? ഇവന്റെ ബുക്കും പേപ്പറും പോയി. സ്വിച്ച് ഓഫ് ആണല്ലോ. എടാ നീ വിഷമിക്കട്ട, വഴിയുണ്ട്. ഞാൻ RT ഓഫീസറുടെ നമ്പർ ഒപ്പിച്ചിട്ടുണ്ട്. എടാ ഒരു കൂട്ടുകാരന് വേണ്ടി ഒരു കല്യാണം പോലും മുടക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഞാനൊക്കെ എത്ര ജീവിച്ചിരിക്കുന്നു. അത് ശരിയാണ്.
അറിയുന്നു. ഹലോ ആർട്ടി സാറല്ലേ? അതെ, ആരാണ്? ഞാനൊരു സുപ്രധാന കാര്യം പറയാനായിട്ടാണ് വിളിച്ചത്. എന്ത് കാര്യം? ഇതൊന്നും കേട്ട് സാർ ആത്മഹത്യ ഒന്നും ചെയ്യാൻ പോകരുത്. ഒരു പെണ്ണ് പോയാൽ വേറെ 100,000 കിട്ടുമെന്ന് ഓർത്ത് സമാധാനിക്കും. അല്ലേലും ഒരു പെണ്ണിന് വേണ്ടി മാത്രം കളയാനുള്ളതല്ലോ ആണിന്റെ ജീവിതം. താൻ കാര്യം പറയടോ. സാറിന്റെ കല്യാണം ഉറപ്പിച്ചു. ഉണ്ടെങ്കിൽ ഗ്രീഷ്മ എന്ന് പറഞ്ഞ പെൺകുട്ടിയായിട്ടാണ്. ആണെങ്കിൽ അരുത് സാറേ, അരുത്. സാറ് കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഈ നാട്ടിലെ ജയൻ എന്ന് പറഞ്ഞ യുവാവുമായിട്ട് തീവ്രമായ പ്രണയത്തിലാണ്. അതിന് സാറേ അവര് തമ്മിൽ സംകൃത പമകരി വരെ നടത്തിയിട്ടുണ്ട്. മനസ്സിലായില്ല. അതായത് എന്റെ പൊന്ന് സാറേ, അവര് തമ്മിൽ ശാരീരികവും മാനസികവും സാമ്പത്തികമായ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്ന്. അതിനെന്താ, നല്ല കാര്യമല്ലേ? അവൾക്കൊരു എക്സ്പീരിയൻസും ആവും. അയ്യോ, ഇവനെന്തുള്ളേടാ? കെട്ടാൻ പോകുന്ന പെണ്ണൊരുത്തി വേറൊരാളൂടെ കിടന്നു എന്നറിഞ്ഞിട്ട് അത് പ്രശ്നമില്ല എന്ന് പറയുന്ന ലോകത്തിലെ ആദ്യത്തെ ആർട്ട് യൂസർ ആയിരിക്കും സാർ താങ്കൾ. ഞാൻ രമേശനാന്ന് സാറിന് എങ്ങനെ മനസ്സിലായി? ട്രൂ കോളർ 13 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീഷ്മയെ സ്കൂളിൽ വെച്ച് എനിക്ക് ക്രിസ്മസ് ഫ്രണ്ടായി കിട്ടിയപ്പോ നീ ഇതേ ആവശ്യവുമായി എന്റെ മുന്നിൽ വന്നു. അവളെ ജയന് വിട്ടുകൊടുക്കണമെന്ന് അന്ന് പറഞ്ഞു തന്നെയാ എനിക്ക് ഇന്നും പറയാനുള്ളത്. അവളെ ഞാൻ ആർക്കും തരില്ല, നീ വിട്ടോ. സാറിന്റെ പേരെന്തോന്നാ പറഞ്ഞത്? നീ അധികം മറക്കാൻ ചാൻസ് ഇല്ലാത്ത പേരാ, വിജീഷ്.